ഹലോ ഫ്രണ്ട്സ്, അപ്പോ നമ്മള് ഇന്ന് പോകുന്നത് കോടനാട് ആന പരിപാലന കേന്ദ്രത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഹലോ, അപ്പൊ നമ്മൾ പുതിയ ഫോൺ എടുത്തതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ കേട്ടോ, ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു മഴ കാരണം ഒരു സ്ഥലത്തോട്ടും പോകാൻ മേലത്തൊരു അവസ്ഥയാണ്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിന്റെ അടുത്ത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലം ഇതാണ്. അപ്പൊ അവിടെ പോകാൻ നോക്കും. അപ്പൊ ഞങ്ങള് പോകുന്ന വഴിയാണ്, നമുക്കൊന്ന് പോയി കാണാം. ഓക്കെ. എറണാകുളത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരിടത്തോട്ടും ഇറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര മഴ കാരണം ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ നമ്മൾ പോകുന്ന വഴിയാണ്, നമ്മൾ കോടനാട് പോകുന്ന വഴിയാണ്. ഓക്കെ, ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് 1 മണിക്കൂർ 45 മിനിറ്റ്സ് എങ്ങനെ സംതിങ് അങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ പുറകെ വരുന്നതായിരിക്കും. അപ്പൊ റോഡൊക്കെ കാണിച്ചു നമ്മൾ പോകുന്ന വഴിക്ക്. ഇതല്ലേ മഴ കാരണം നല്ല മരങ്ങളൊക്കെ റബ്ബർ മരങ്ങളാണ് കേട്ടോ. റബ്ബർ മരങ്ങളൊക്കെ നല്ല പച്ച കളറിൽ ഇരിക്കുവാണ്. ഇത് കണ്ടില്ലേ, റോഡൊക്കെ നല്ല സെറ്റായി ഒരു പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല പച്ചപ്പായിട്ട് നിൽക്കുവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് യാത്ര തുടരാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മള് പെരുമ്പാവൂർ എത്തി. പെരുമ്പാവൂരിൽ നിന്ന് വല്ലം വഴി നമ്മൾ നേരെ കോടനാട് പോകുന്ന വഴിയിലോട്ട് എത്തി. നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ കൂടെ ഉള്ളൂ. നേരെ നമ്മള് കോടനാട് ആനകളൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. ഒരുപാട് ആനകളെ ഇങ്ങനെ ഈ മെരുക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മെരുക്കലുകൾ കാണാം. ആന എങ്ങനെയാണ് മെരുക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഈ വഴിക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ വഴി ഇവിടെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. ഈ കോടനാടൊക്കെ ഉള്ള ആരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ ഫ്രണ്ട്സ്. അല്ലേ, ഇപ്പൊ നമ്മൾ കോടനാട് ആനകൾ തന്നെ കാണുന്നുണ്ട്. ഇവിടുന്ന് ഒരു ആനകളൊന്നും കാണുന്നില്ല. പിന്നെ നമ്മുടെ വീഡിയോക്ക് ക്ലാരിറ്റി ഉണ്ടെന്നും പറയണം. നമ്മുടെ വോയിസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ മൈക്കുകൾ വെച്ചിട്ട് പറയണം. ഓക്കെ, കോടനാട് പോകുന്ന വഴിക്ക് കാണുന്ന ഒരു ക്ഷേത്രത്തിന്റെ കേട്ടോ ഞാൻ കാണിക്കാം. നല്ല രസം കേട്ടോ. കയറി വരുമ്പോൾ അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ട് നല്ല വലിയ നന്ദിപശുവിന്റെ ഒരു ഇത് കാണാം. ഭയങ്കര ഒരു പ്രതിമയാട്ടോ. ഭയങ്കര വലിപ്പമാണ്. പോകുന്ന വഴിക്ക് തന്നെ, നമ്മൾ ഈ കോടനാട് പോകുന്ന വഴിക്ക് തന്നെ ഉള്ള ഒരു അമ്പലമാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കണ്ടപ്പോൾ അതും കൂടി ഈ വീഡിയോക്ക് ഒന്ന് കവർ ചെയ്യാൻ ഓർത്തോണ്ട് എടുത്താണ്. നല്ല ഭംഗിയാണ്. ഇതല്ലേ, ഐമുറി ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് പേര്. സ്ഥലത്തിന്റെ പേര് കൂവപ്പടി എന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തി. ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ കണ്ടേ ഉള്ളൂ നമുക്ക് പോകേണ്ട സ്ഥലത്തോട്ട്. അപ്പൊ നമുക്ക് വീണ്ടും യാത്ര തുടരാം. ഇതാ കോടനാടിലോട്ട് എത്താറായിക്കൊണ്ടിരിക്കുന്നു. വെറും 1 കിലോമീറ്റർ കൂടി മാത്രമേ ഉള്ളൂ. നമ്മൾ കോടനാടിലോട്ട് ഇതാ കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ കോടനാടിന്റെ അടുത്തുള്ള നമ്മുടെ സബ്സ്ക്രൈബർമാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഇത് എവിടെ വാങ്ങുന്നു അറിയില്ല, ആദ്യമായിട്ടാണ് ഈ സ്ഥലമൊക്കെ വരുന്നത്. മൊത്തം റബ്ബർ തോട്ടങ്ങളാണ്, പക്ഷെ നല്ല അടിപൊളി വഴിയാണ് കേട്ടോ. ഒന്ന് വന്നാൽ പിന്നെ വരാനേ തോന്നുന്നില്ല, അതുപോലത്തെ വഴിയാണ്. മൊത്തം കടറാണ്, റോഡ് മൊത്തം വെള്ളക്കെട്ട. ഞാനത് മുങ്ങി പോകുന്ന ഓർത്തു. പിന്നെ കൊള്ളാം, നല്ല രസമുണ്ട്, വ്യൂ കാണാൻ. നല്ല പച്ചപ്പാർന്ന പ്രദേശമാണ്. എന്നിട്ട് എഴുതിയിരിക്കുന്നു അഭയാരണ്യം ഇക്കോ ടൂറിസം 500 മീറ്റർ എഹെഡ്. അപ്പൊ 500 മീറ്ററും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോടനാടിനോട് നമ്മൾ എത്തിച്ചേരുന്നു. എത്താറാന്ന് നോക്കി ഒരു കട കണ്ടു കേട്ടോ. ഒരു കട കണ്ടു, 2 പശുക്കൾ, 2 ആടുകളെ കണ്ടു. താടെ ആട് നിൽക്കുന്നു. ഒയ്യോ എന്റെ പൊന്നു ഫ്രണ്ട്സ്, ഇതുണ്ടോ മൂഞ്ചിയ വഴി എന്ന് പറഞ്ഞാൽ വഴിയാണ് കേട്ടോ. മൊത്തം കട്ടറും ചള്ളയാണ്. നമ്മൾ വണ്ടിയെ കഴുകിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ ചുമന്ന കളറിലായിരിക്കും നമ്മുടെ വണ്ടി ഇരിക്കുന്നത്. വെള്ളവണ്ടി ഇരിക്കുന്നത് മൊത്തം കട്ടറാണ് കേട്ടോ. ഇതുണ്ടോ, അങ്ങനെ നമ്മള് 300 മീറ്ററും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അഭയാരണ്യം കോടനാട് അങ്ങോട്ട് എത്തുകയാണ് കേട്ടോ. ഒരു ഇടുങ്ങിയ വഴിയാണോ. ഇടുങ്ങിയ വഴി എന്ന് പറഞ്ഞാൽ കുഞ്ഞു വഴിയാണ്. ഒരു വണ്ടിക്ക് കഷ്ടി പോകാന്നുള്ളൊരു വഴിയാണ്. ഇതുണ്ടല്ലേ, നല്ല കുഞ്ഞു വഴിയാണ്. ഏതായാലും നമുക്ക് നോക്കാം. 200 മീറ്റർ കഴിഞ്ഞിട്ട് ടേൺ റൈറ്റ് എന്നാണ് നമ്മുടെ ഗൂഗിളിലെ ആള് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എത്താറായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കണ്ടത് ഒരു ഹോട്ടലുണ്ട്. അങ്ങനെ നമ്മൾ കോടനാട് എന്ന് പറഞ്ഞ സ്ഥലത്തോട് ആദ്യമായിട്ട് പോവാണ്. ഓൺ ദ ലെഫ്റ്റിലാണല്ലേ, ഓൺ ദ ലെഫ്റ്റിലാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇതുണ്ട്, അങ്ങനെ ഇതാണ് നമ്മുടെ മെയിൻ ഒരു സ്ഥലം. ഇത് സ്വാഗതം വെൽക്കം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. ഇത് മിക്കവാറും ഫോറസ്റ്റിന്റെയോ എന്തെങ്കിലും ആയിരിക്കണം. ഇതല്ലേ, വണ്ടി അവിടെ ഇടത്തില്ല. അയ്യോ, വണ്ടി അവിടെ ഇടാമോ ഉണ്ടോ? ഇതാണ് സ്വാഗതം വെൽക്കം കേരള വനം വന്യജീവി വകുപ്പ് അഭയാരണ്യം ഇക്കോ ടൂറിസം കപ്രിക്കാട്. അപ്പൊ ഇവിടെ നിന്നാണ് മെയിൻ എൻട്രൻസ്. നമ്മൾ ഇങ്ങനെ എൻട്രൻസ് കടന്ന് അതോട് കയറുകയാണ്. ഇതേണ്ടേ, ഇവിടെ സെക്യൂരിറ്റിയുടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. വണ്ടി ഇതിന്റെ അകത്താന്ന് തോന്നിയിട്ടുണ്ട്. വണ്ടി അകത്ത് ഇവിടെയാണ്. വണ്ടി ഇരുന്ന് കാണിച്ചു കൊടുത്തേ. ഇവിടെയാണ് വണ്ടി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇവിടെ കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ വാഹനം ഇവിടെ എവിടെയെങ്കിലും നൈസായിട്ട് പാർക്ക് ചെയ്യാം. അപ്പടാ
ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ താണ്ടെ കോടനാട് കോടനാട് എത്തി. അപ്പൊ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിന്, നമ്മൾ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് 50 രൂപയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നതിന്. പിന്നെ നമ്മൾ അകത്ത് കയറാൻ പോകണം. ഒരാൾക്ക് 50 രൂപയാണ് ഫീസ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അകത്തോട്ട് കയറി പോവാം. 50 രൂപ കേട്ടോ, 50 രൂപ. ഞാൻ ഓർത്ത് 30 രൂപയാന്ന് ഓർത്തു. 30 അല്ല, 50 രൂപ അവർക്ക്. അപ്പൊ നമുക്ക് നേരെ കയറിപ്പോ. ഇത് നമ്മൾ ഏകദേശം ഉണ്ടല്ലോ, നമ്മൾ മൈസൂർ എവിടെ പോയില്ല, മൈസൂർ പോയ പോലെ തന്നെയാണ് ഏകദേശം സ്ഥലങ്ങൾ കാണുന്നത്. ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് കാണുന്നത്. ഞാൻ കയറി പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം നമ്മൾ മൈസൂർ പോയ അതേ ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ബാ, ഇവിടെ അല്ലേ, അവിടെ ആണോ? ഈ ചേച്ചി കേട്ടോ, ഈ ചേച്ചി എടുത്താണ് നമ്മൾ എടുക്കേണ്ടത്. ആ, കാർ പാർക്കിംഗ് എത്രയാണ്? ഇതിന്റെ ഇപ്പൊ ഉണ്ടാക്കണ്ടേ? അപ്പൊ ഓർക്കണം, നമുക്ക് ഇവിടെ വരുമ്പോൾ ഗൂഗിൾ പേ ഉള്ളൂ. നമ്മൾ പൈസ ആയിട്ട് കൊടുത്താൽ അവർ അക്സെപ്റ്റ് ചെയ്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഗൂഗിൾ പേ തന്നെ യൂസ് ചെയ്യണം. ഇത് കാർ പാർക്കിങ്ങിനാണ് നമ്മൾ ഫസ്റ്റ് കൊടുത്തത്. 50 രൂപയാണ്. അതിനുശേഷം നമുക്ക് അവിടെ പോയിട്ട് എൻട്രി ഫീസ് എടുക്കണം. അത് 50 രൂപ അല്ലേ? അത് 50 രൂപ കേട്ടോ. ബാ, അങ്ങോട്ട് പോകാം. നമ്മൾ ഗൂഗിൾ പേ വർക്കിംഗ് ആണോ? ഇവിടെ നെറ്റ് ഉണ്ടോ? ടിക്കറ്റ് കൗണ്ടർ ഇവിടെ എഴുതി. കഫറ്റേരിയ. ബാ, ഇവിടെയാണ് എടുക്കേണ്ടത്. അതാണ് 50 രൂപ. സ്കാനർ ഉണ്ടോ? നമ്മൾ 100 രൂപ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ ഓർത്തോണം, നമ്മൾ പൈസ ആയിട്ട് ഒന്നും ഇവർ എടുക്കൂല. നമ്മൾ ഗൂഗിൾ പേ തന്നെ യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് റീസെന്റ് ഗവൺമെന്റിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഗൂഗിൾ പേ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പുതിയ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഓർത്തോണം, ഗൂഗിൾ പേ കൂടെ പൈസ അവർ അക്സെപ്റ്റ് ചെയ്തുള്ളൂ. ഇവിടെ റേഞ്ച് ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം വരാം. ഓക്കെ, ഇവിടെ നിന്ന് പൈസ എടുത്തിട്ട് നമ്മൾ പോകണം. കമോൺ, ഇതിൽ നമുക്ക് എതിരെ പോകണ്ടേ? ഇതിലാണ് കയറി പോകണ്ടേ? അപ്പോൾ ഇതിലാണ് നമുക്ക് അകത്തോട് കയറി പോകണ്ടേ? എന്തോ എതിരെ പോകണ്ടേ? ഇതിലല്ലേ പോകണ്ടേ? ഫസ്റ്റിലെ കാണുന്ന സംഭവം എടുത്തല്ലേ, ശലഭോദ്യാനം. നമുക്കിവിടെ ശലഭം ഉണ്ടോ? ആദ്യം ആ ശലഭത്തിനെ കണ്ടുപിടിക്കുന്നുണ്ടോ? എന്റെ ശലഭം. ഞങ്ങൾ കുട കിട്ടുന്നുണ്ടോ? ഇടയ്ക്ക് വെച്ച് മഴ പെയ്തെങ്കിലേ ശലഭത്തെ കണ്ടുപിടിക്കുന്നാരാ? നമ്മളങ്ങനെ ശലഭ ഉദ്യാനത്തിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലം എന്ന് വെച്ചാൽ ആ സ്ഥലം ഇതിന്റെ റംബൂട്ടാൻ നിനക്ക് ഇവിടെ വന്നിട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? നീ ആദ്യമായിട്ടല്ലേ വരുന്നത്? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. ബട്ടർഫ്ലൈ ആൻഡ് ഹോസ് പ്ലാന്റ് തന്നെ. ഇപ്പൊ ഇത്ര ഐറ്റം ഉള്ള ബട്ടർഫ്ലൈസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ കണ്ടു തുമ്പിക്കുഞ്ഞ്. ഞാനൊരു തുമ്പിക്കുഞ്ഞ് ഇരിക്കുന്നു. തുമ്പിക്കുഞ്ഞിരിക്കുന്നു ഉണ്ടോ? ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഉണ്ട്, ചെറിയതാണേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈസ് ഉണ്ട് രണ്ട്. അപ്പൊ നീ നടന്നോ. ഇതൊരു പക്ക ഒരു ഫോറസ്റ്റ് പോലെ ഇരിക്കുന്നത് കേട്ടോ. ഒരു ഫോറസ്റ്റിന്റെ ഒരു അകത്ത് കയറി അതുപോലെ തന്നെ ഉണ്ടല്ലേ. മൊത്തം തേക്ക് പ്ലാന്റേഷൻ ആണ് തോന്നുന്നു കേട്ടോ. അതെ, തേക്ക് പ്ലാന്റേഷനാണ്. എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഇത് നമ്മൾ പോയ ഏതെങ്കിലും സ്ഥലം പോലെ എനിക്ക് തോന്നുന്നുണ്ടോ? മൈസൂര്, ഊട്ടിയിൽ മൈസൂരിൽ പോയപ്പോഴത്തെ പോലെ തോന്നില്ലേ? ഗാർഡൻ പോലെ ഉണ്ടല്ലേ? ഓക്കെ. ഈ സൈഡിൽ കാണുന്ന ഫുള്ള് പന്നീർ ചാമ്പ. ഒരുപാട് ഫ്രൂട്ട്സിന്റെ ഐറ്റംസുകളുണ്ട് കേട്ടോ. അതുപോലെ പൂക്കൾ ഇതല്ല. അതുകൊണ്ടാണ് ബട്ടർഫ്ലൈസിന്റെ ഒരുപാട് വെച്ചിട്ടുണ്ട്. കണ്ടില്ല, ഞങ്ങൾ ബട്ടർഫ്ലൈനെ കാണാൻ വേണ്ടി നടക്കും. പക്ഷെ ഒരുപാടുള്ളതിനെ കണ്ടില്ല. എൻ്റെ ഈ ടിക്കറ്റും കൂടി ഞാൻ നടക്കുന്നത്. വണ്ടിയുടെ പാസ്. അപ്പോൾ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പോകും. പോക്കറ്റ് വെച്ചേക്കാം. ഇതിനെ ഉപദ്രവിക്കില്ല കേട്ടോ നമ്മള്. ഇതോ? എന്റെ പേരെന്തുവാ? കൃഷ്ണഗീതം. ഓക്കെ, അപ്പൊ നമ്മള് കൃഷ്ണഗീതത്തിൽ കൂടെ നമ്മളിങ്ങനെ പോവാണ് ഫ്രണ്ട്സ്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. നമ്മൾ ഇതിന്റെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മുടെ പുതിയ ഫോൺ എടുത്തതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. ലോങ് വീഡിയോ ആണ്. ഷോർട്സ് നമ്മൾ ഓൾറെഡി 2 കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ലോങ് വീഡിയോ ഫസ്റ്റിലെ വീഡിയോ കേട്ടോ. വല്ല കാട്ടുമൃഗങ്ങളുണ്ടോ? വല്ല കടുവയും ചാടി വരുന്ന പേടിയുണ്ട്. നോക്കിയാ പോകുന്നത്. കാരണം വലിയൊരു ഫോറസ്റ്റ് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? വലിയൊരു ഭയങ്കര വിജനമായിട്ട് കിടക്കുവാണ്. ആരെയും കാണുന്നുമില്ല. വലിയ
ഇത് നമ്മളെ പറയുന്ന പോലെ ഒരുപാട് ആൾക്കാരൊന്നും ഇവിടെ കാണാൻ വരുന്നില്ല കേട്ടോ. ഇതല്ലേ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്, അതെല്ലാം മൊത്തം കാട് പിടിച്ച് കിടക്കുന്നുണ്ടോ. എന്തൊക്കെയോ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാം ആരും ഇല്ല. ഇതില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആക്ച്വലി. ഇത് തെന്നിവല്ലേ, ഇത് മൊത്തം സ്ലിപ്പറായിട്ട് കിടക്കും. തെന്നിവല്ലേ, നമ്മൾ മാൻ പാർക്ക് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്തോട്ടാണ് പോണത്. ഇതുണ്ട് ഇവിടുത്തെ വന്ന വഴിക്കേണ്ട ഏറ്റവും കൂടുതൽ സങ്കടം ഇതുണ്ടോ, പ്ലാസ്റ്റിക് കുപ്പിയും ബോട്ടിലും ഇതൊക്കെ ഇവിടെ അലൗഡാണ് തോന്നുന്നു. കൊണ്ടുവരും, അകത്ത് കയറ്റുന്നത് കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ലേ. പണ്ട് നമ്മൾ മൈസൂര് അവിടെ പോയപ്പോൾ പ്ലാസ്റ്റിക്കിന് ഒരു ചെറിയ അംശം നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ ഒരു സാധനം പോലും അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇവിടെ. അപ്പം ഇതന്നെ മാൻ പാർക്ക്. അപ്പം നമ്മൾ കപ്രിക്കാട് മിനി സൂ, വെൽക്കം ടു കപ്രിക്കാട് മിനി സൂ. അപ്പം നമ്മൾ മിനി സൂവിലോട്ട് പോകണം. പാട്ട് കയറിയുന്നുണ്ടേ, ഇടയ്ക്ക് ഒരു തമിഴ് പാട്ട് കയറി വരുന്നുണ്ട്, അതുകൊണ്ട് പേടിയാവല്ലേ, പണി കിട്ടും. ഇതുണ്ട്, ഒരു മനുഷ്യൻ പോലും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുണ്ട്, ഭയങ്കര വിജനമായി കിടക്കുന്ന സ്ഥലമാണ്. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ പേടിയാവും കേട്ടോ. സത്യം പറഞ്ഞാൽ എന്തോ ഒരു മൂകതയാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രസമുണ്ട്. ഇത് വേറെ ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ മഴയൊക്കെ ആയാണ് അറിയില്ല. അപ്പം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. കാരണം എന്തോ ഒരു കാണുന്നുണ്ട്, എന്തോ ഒരു ഫോറസ്റ്റിന്റെ ഒരു ആൾക്കാർ തൂത്തു വരുന്നുണ്ട് കേട്ടോ. ചേച്ചിയാണ് ചേട്ടനാണ് തൂത്തു വരുന്നുണ്ട്. അപ്പം നോക്കട്ടെ ആരാണ്. നിനക്ക് ഇവിടെ കാണുന്നുണ്ട്, പേടി വന്നോടി. ഇതുണ്ടോ മൊത്തം അല്ലേ. ണ്ടല്ലേ ചേട്ടന്മാരൊക്കെ ഇവിടെ ഇതുണ്ടല്ലേ, സൈഡിലത്തെ കാടൊക്കെ ഇങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ് ചേട്ടാ, പേരെന്നാ? ബാബു ചേട്ടൻ വേണ്ട ഇവിടെ അടിപൊളിയായിട്ട് തൂത്ത് സെറ്റ് ആക്കുന്നുണ്ടോ. സൈഡ് വശമൊക്കെ നല്ല അടിപൊളിയാക്കുവാണ്. ഓക്കെ ബാബു ചേട്ടാ, പോവാ. വീട് ഇടുക്കി കട്ടപ്പന. ആ, അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മളിപ്പോൾ ചെല്ലുന്ന നമ്മുടെ വലിയ മാനുണ്ട്, മാനും കേഴയെ കാണാൻ ഇഷ്ടം പോലുണ്ട്. മാനും കേഴ, അപ്പോൾ നമുക്ക് മാനിനെയും കേഴയെ കാണുന്നുണ്ടല്ലേ. ഈ ചേട്ടൻ ഇവിടെ തൂത്ത് വൃത്തിയാക്കുവാണ്. അപ്പോൾ നമുക്ക് മാനും കേഴയെ കാണാം. ഇതല്ലേ മാനുകൾ ഒരുപാട് സ്ഥലത്തോട്. മാന് നമ്മൾ കണ്ടതാണ്, നമ്മൾ മൈസൂരൊക്കെ പോയപ്പോൾ ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ടതാണ് ഒരുപാട് മാനുകളെ. ഇതുണ്ടല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ടോ, എല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങുക. കുറേ എണ്ണം ഉറങ്ങുന്നു, കുറേ എണ്ണം അയവിറക്കുന്നു. ഇതുണ്ടല്ലേ, നല്ല പല സെറ്റപ്പുള്ള പിന്നെ മാനുകൾ നമ്മൾ ഓൾമോസ്റ്റ് കണ്ടതാണ്. ഇത് പുള്ളിമാനാട്ടോ. നമ്മൾ ഇതിനെ നമ്മൾ കണ്ടല്ലേ ഇവിടുത്തെ മൈസൂർ വെച്ച്. അതുങ്ങളുടെ ഫുഡൊക്കെ കണ്ട് അങ്ങ് കിടക്കും, തിന്ന് തീർത്തിട്ട് കിടക്കുവാണ്. ഇനി ഉണ്ടെന്ന് ഇവിടെ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവാം. വേണ്ടേ, ഇല്ലിമുളോ, ഇത് ഇല്ലികളുടെ ഇടയിൽ കൂടാണ് നമ്മൾ പോണത്. ഇതുണ്ടോ, വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ കേഴ അത് കേഴയല്ലേ ഏട്ടാ? കേഴ, ഇതല്ലേ കേഴയാണ് കാണുന്നത്, വലിയ കേഴ. സമ്പർ ഡീർ. ഇതുണ്ട്, എങ്ങനെയാണ് ഇതിന്റെ പേര് കൊടുത്തേക്കുന്നത്? ഞാൻ വായിച്ച സാമ്പാർ എന്നൊക്കെയാണ്. ഇതുണ്ടോ, ഭയങ്കരനാണ്. ഇതുണ്ടോ, വലിയൊരു പശുവിനൊക്കെ പോലെ തോന്നിക്കുന്നുണ്ടോ. ഇന്ന് ദൂരെ കിടന്നുണ്ട് ഒരു പശുവിന്റെ ഒക്കെ വലിപ്പം. അത് പശുവല്ലേ കിടന്നത്? അല്ലല്ലോ, അതിന്റെ ഇതാണ്ടിരിക്കുന്നത്. അത് അല്ലെങ്കിൽ അതിന് ഇടയ്ക്ക് ഒരു പശു കിടപ്പുണ്ട്. മാനാണോ ഇതാണ്ടിരിക്കുന്നത്? അതിന്റെ കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് കേഴ കേട്ടോ. ഇത് കേഴ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ വലിയ ഒരുപാട് പറമ്പുകളൊക്കെ കാണാം, ചെറിയ കേഴകൾ വരുന്നത്. ഇതെന്താ എല്ലാം കിടക്കുവാണ്, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുവാണ്. വലിയ കേഴകളാട്ടോ. ഇതാണ് അതിന്റെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 320 കിലോ വരെ ഉണ്ട്. 220 തൊട്ട് 320 കിലോ വരെ ഉള്ള കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പോവാം. അപ്പോൾ നമ്മൾ അതിനെ കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. ഞാൻ അടുത്ത് അവിടെ നിന്ന് കാണാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ ആനെ കാണാൻ പോകണം. അപ്പം ഇഷ്ടപ്പെട്ടോ? ഇവിടെ കൂടി ഒരുപാട് നല്ല രസമാണ് കേട്ടോ. ആ മുളങ്കാട് നിൽക്കുന്നത് നല്ല രസം. കുഴപ്പമില്ല, വേറെ ഒരു മനുഷ്യമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, രണ്ടുപേരും. ഉണ്ടോ, ഒരു കൊട്ടിയായിട്ട് എടുത്തിരിക്കുന്നത്. ഭയങ്കര ഒരു കുറ്റിയെന്ന് ഭയങ്കര സ്മെല്ലാണ്. നാത്തം ഇതിന്റെ കൂട്ടിൽ നിന്ന് വരുന്നേ. നാത്തം ഇതുണ്ട്, ഒരുപാടുണ്ട്. ഇതുണ്ടോ, പുള്ളിമാനുകളുടെ മൊത്തം പുള്ളിമാനുകളുടെ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇനി മെയിൻ ആൾക്കാരോട് ആനകൾ ഇതുണ്ടോ, പുള്ളിമാനുകൾക്ക് വേണ്ടി മാത്രം ഒരു ഏരിയ ഉണ്ടല്ലേ. ഓക്കെ, അപ്പം ഇത് പറയത്തൊക്കെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലം കേട്ടോ. ഒരുപാട് ആൾക്കാരൊന്നും കാണാൻ വരുന്നൊന്നുമില്ല. ഞാൻ അറിയത്തില്ല, നമ്മൾ ഈ സമയത്ത് വന്നോണ്ടാണ് അറിയില്ല, വലിയ ആൾക്കാരൊന്നുമില്ല. ഇതാണ് കേഴ ഇഷ്ടം പോലെ നിൽക്കുന്നത്. കാണിക്കാൻ വന്നിക്കണേ, ഇതാണ് കേഴ നിൽക്കുന്നു. കണ്ടു, നല്ല സൂപ്പർ കേഴ കണ്ടോ. കേഴ ഉണ്ടോ? ഇപ്പൊ ആൾക്കാർ വരുന്നുണ്ടോ. കേഴ നിങ്ങൾ ഫുഡ് കഴിക്കുവാണ്. നല്ല ഇല കൊണ്ട് വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്, അങ്ങ് കഴിക്കുവാണ്. മണ്ടയിൽ നിൽക്കുന്നത് പോലെ ഇഷ്ടം പോലെ കൊണ്ടുണ്ട്.
നല്ല അടിപൊളി കേഴമാനുകൾ. ഒരു പശുവിന്റെ ഒരു വളപ്പേലും പോലെ തോന്നുന്നു. മുഖം കണ്ടേ ചില പശുക്കൾ നിൽക്കുന്നത് തോന്നുന്നു. ചെറിയ ക്രാബൊക്കെ നിൽക്കുന്നു തോന്നുന്നു. പോവാം. ആന എവിടെയാണോ വേണ്ടേ? അങ്ങനെ അവിടെ നടന്ന് നമ്മൾ എലിഫന്റ് ക്യാമ്പ് ദിസ് വേ ഇവിടെ ഇടത്തോട്ടാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇനി എലിഫന്റിന്റെ മെയിൻ സ്ഥലം ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ട്. അതെനിക്ക് തോന്നുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ കാണിക്കാൻ വേണ്ടി. എന്റെ മോനെ ഇങ്ങോട്ട് പോയി. ഇത് കാടാണ്. ഇത് കാട്ടാനല്ലാണോ? എന്തോ കണ്ടു. നമ്മുടെ അരിക്കൊമ്പനെ മെരുക്കാനായിട്ട് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഇരുന്നത്. ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് സർക്കാർ എന്തോ എങ്ങനെയാണ്ടാ പറഞ്ഞത്, എങ്ങനെയാണ്ടായിരുന്നു എന്തോ അതിനെ കാട്ടാനായിട്ട് തന്നെ വിടണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതി എന്തോ നിയമം വന്നതിന്റെ പേരിലല്ലേ അങ്ങനെ വേണമെന്ന് വെച്ചാൽ ഇല്ലാണ്ടേ. നമ്മളങ്ങനെ ആനകളുടെ ഇടയിലോട്ട് കടന്നു ചെല്ലാൻ പോവുകയാണ് ഫ്രണ്ട്സ്. വേണ്ടേ ആനകൾ കൊള്ളാൻ തോന്നുന്നു. ഈ പ്ലാവലേക്ക് കേട്ടോ, ആനയ്ക്കാണെന്ന് അറിയത്തില്ല. ഇതാണ് ആന വയ്ക്കുന്നു. ഇതന്നെ ഫ്രണ്ട്സ് നമ്മുടെ ആന വയ്ക്കുന്നു. നമ്മൾ ഒരാനയുള്ളൂ. അല്ലല്ല പുറത്തേക്കുള്ള വഴി തന്നെ. കപ്രിക്കാട് ആനത്താവളം, എലിഫന്റ് ഷെൽട്ടേഴ്സ്, എലിഫന്റ് പേരുണ്ട് കേട്ടോ ഓരോ ആനകളുടെ. ഒരാളുടെ പേര് സുനിത, ആശ, പാർവതി, അഞ്ജന, ഹരിപ്രസാദ്, ചന്ദ്രു, അഭിമാന്യു. 52 വയസ്സുള്ള ഒരു ആന തൊട്ട് ഏറ്റവും ചെറിയവൻ എത്ര വയസ്സാ? 18 വയസ്സുള്ള ആന വരെ ഉണ്ട് കേട്ടോ. വേണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാവേ. അതിൻ്റെ അങ്ങ് ഒരുപാട് ദൂരമുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് താഴോട്ട് കയറി പോകാൻ നമുക്ക് അറിയത്തില്ല. നമുക്ക് ചോദിച്ചു നോക്കാം താഴോട്ട് കിടക്കാൻ പോകാൻ പറ്റുമോ. വേണ്ടേ? ഈ ആനയുടെ പേരാണ് ഹരിപ്രസാദ്. 50 വയസ്സുള്ള ഹരിപ്രസാദ് ഈ കൂടുതൽ ആനല്ലേ? ഹരിപ്രസാദ് ഇല്ല കേട്ടോ, സോറി, ഹരിപ്രസാദ് ഇല്ല. ഈ രണ്ടാമത് തന്നെ പാർവതിക്കാണ് ഏറ്റവും ചെറിയ ആനയാണ് ഇരിക്കുന്നത്. പാർവതിക്ക് 18 വയസ്സുള്ളൂ കേട്ടോ. നമ്മുടെ പാർവതിക്ക് 18 വയസ്സുള്ള പാർവതിയാണ് ഇരിക്കുന്നത്. ഇതുണ്ടോ പാർവതി ഉണ്ട്. ഒരുപാട് ആനകൾ നിൽപ്പുണ്ട്. നമ്മൾ ഓരോന്നേ കണ്ടുകൊണ്ട് പോകാം കേട്ടോ. നമ്മുടെ പുറകെ കാണുന്നത് ഇവനാണ് 18 വയസ്സുള്ള പാർവതി. നോക്കി, പാർവതി നമ്മൾ നോക്കുന്നുണ്ടോ? ഇതാണ് പാർവതി. പാർവതി 18 വയസ്സുള്ളൂ പാർവതി കേട്ടോ. പാർവതി ഇങ്ങോട്ട് തിരിഞ്ഞു തന്നെ. ഇത് ആ ചേട്ടനാണ് നോക്കുന്നത്. ചേട്ടന്റെ പേരെന്താ? കണ്ണൻ ചേട്ടനാണ് നമ്മുടെ പാർവതി നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആളെ നോക്കാം. അടുത്ത ആളുടെ പേര് പേരാണ്, അടുത്തതും പെണ്ണാണ്. അടുത്ത അഞ്ജനയാണ് കേട്ടോ. അഞ്ജനയ്ക്ക് 19 വയസ്സുള്ളൂ. 18-19 വയസ്സുള്ള അല്ലേ. അഞ്ജന ഇങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. ഒരു ചേട്ടൻ കാലയിൽ എന്താ പറയുന്നത്, ചങ്ങല ഇടുവാൻ തോന്നുന്നു കേട്ടോ. അഞ്ജനയാണ് 19 വയസ്സുള്ള അഞ്ജന. അഞ്ജന രണ്ടുപേരെ നമ്മൾ നോക്കിയിട്ട് ആശ നമ്മളെ നോക്കി തലയാട്ടി കളിക്കണ്ടേ. ആശ പൊട്ടൊക്കെ തൊട്ട് തലയാട്ടി കളിക്കണ്ടേ. ഹായ് ഇതല്ലോ ഇത് ആശയല്ലേ? 20 വയസ്സുള്ള ആശ കേട്ടോ. ഇത് 20 വയസ്സുള്ള ആശ. ഹായ് ആശ. മറ്റേ പാട്ട് പാടാൻ പറ്റില്ല. ഇതുണ്ടോ ആശ തലയാട്ടി കളിക്കുന്നുണ്ടോ? ഇതുണ്ടോ? അപ്പൊ ആശ ഞങ്ങളെ നേരെ പുറകെ തലയാട്ടി കളിക്കുന്നുണ്ടോ? അയ്യോ എന്നാ ക്യൂട്ടല്ലേ, തലയാട്ടി കളിക്കുന്നുണ്ടോ ആശേ. അങ്ങനെ നമ്മുടെ ആശ നമ്മൾ തലയാട്ടി കളിക്കുന്നു. അടുത്ത ആള് ആശ കഴിഞ്ഞാൽ ഇനിയും പ്രായം ഇത്തിരി കൂടിയ ആളാണ് കാണിക്കുന്നത്. നമ്മുടെ അഭിമാന്യു കാണിക്കുന്നത് കേട്ടോ. അഭിമാന്യുവിന് 50 വയസ്സുണ്ട്. വേണ്ടേ? നമ്മുടെ അഭിമാന്യുവിന് 50 വയസ്സുള്ള അഭിമാന്യു കാണിക്കുന്നത്. ഇച്ചിരി ഡേഞ്ചറാന്ന് തോന്നുന്നു. ഇതുണ്ടോ അഭിമാന്യു ഇച്ചിരി ഡേഞ്ചറാണ്. നല്ല ഭംഗിയുണ്ട്. പക്ഷേ നല്ല രണ്ട് കൊമ്പൊക്കെ നല്ല അടിപൊളിയാണ്. അടിപൊളിയാണ് കേട്ടോ. അതിനൊട്ട് കാണിക്കുന്നത് സുനിത. സുനിത 52 വയസ്സുണ്ട്. 2 വയസ്സ് മൂത്തതാണ് ഇവള്. നല്ലൊരു ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആർക്കും ശല്യം നിൽക്കുന്നത്. ഇവനിങ്ങനെ ചെയ്തിട്ടില്ലേ, പുള്ളിക്കാരന് ഇങ്ങനെ നിൽക്കുകയാണെന്നല്ലേ. അടിപൊളിയാണ്. നമ്മുടെ ഡാൻസുകാരി കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും പേരെ കണ്ടിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. തീർന്നു ഇത്ര ഉള്ളൂ അല്ലേ? ഇനിയുണ്ടോ? ഇനി ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ഇങ്ങനെ വഴി കിടക്കോട്ടോ. നേരെ ഇങ്ങനെ വഴി കിടക്കുമ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ. അവിടെ നിന്ന് കണ്ടിട്ടാണ് വന്നത്. വേണ്ടേ? പീലാണ്ടി ചന്ദ്രു. നമ്മൾ പീലാണ്ടി ചന്ദ്രുവിനെ കാണാൻ വേണ്ടി പോവാണ്. അത് ഇങ്ങോട്ട് നേരെ പോകണമെന്നാണ് പറയുന്നത്. ഈ വഴി കാണാൻ പോകണം. ഓക്കെ, ഇതുണ്ടല്ലേ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന ഒരു എന്താ പറയുക, സന്ദർശകർക്കുള്ള ഒരു നോട്ടീസാണ്. നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ട് കടന്നു പോകേണ്ടതെന്നും അവിടെ ചെന്ന് നമ്മൾ കാണിക്കുന്ന മര്യാദകളും ഫോൺ എടുത്തുകൊണ്ട് നമ്മൾ അതിൻ്റെ മുന്നിൽ കൂടെ പോകാൻ പാടില്ല, ഫ്ലാഷ് ലൈറ്റ് അടിക്കില്ല, അങ്ങനെയൊക്കെയാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവാണ്. ഇത് രണ്ട് സൈഡിലും നല്ല അടിപൊളി കാടാണ് കേട്ടോ. ഇത് നമുക്ക് വലിയ ഒരു ഫോറസ്റ്റിൽ കൂടെ വരുന്ന ഒരു പ്രതീതി പോലെ തോന്നുന്നത്. വേറെ ആരും ഇല്ല. അതാണ്ട് കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പീലാണ്ടിയുടെ അടുത്ത് എത്തിയതുണ്ട്. പീലാണ്ടിയാണ് നമ്മുടെ പീലാണ്ടി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പീലാണ്ടി എടുത്തിട്ടില്ലേ. ബാക്കി ആനകളെല്ലാം വേറൊരു സ്ഥലത്ത് നിൽക്കുന്നത്. പീലാണ്ടി മാത്രം ആ ആനകളുടെ ഇടയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. പീലാണ്ടി ഒറ്റയ്ക്ക് നിൽക്കേണ്ടതല്ലേ. ഇതിനെ ഈയിടയ്ക്കെങ്ങാണ്ട് കൊണ്ടുവന്നാണ് കേട്ടോ. അവിടെ എഴുതിയിട്ടുണ്ട് ചന്ദ്രു. ഇതല്ലേ ചന്ദ്രു, 48 വയസ്സുള്ള ചന്ദ്രുവാണ് ഇത് കാണുന്നത്. നല്ല രസമാണ് കാണാൻ. അടിപൊളി ആന. ഇതണ്ട ഇവനെ ഇട്ട് മെരിക്കിയ കൂടാണ് കാണുന്നത്. തടിയൊക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പിൽ നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ടുവന്നപ്പോഴത്തെ പോലെ ഉള്ള ഒരു സെറ്റപ്പാണ് ആ പണിതേക്കുന്നത്. അതിൻ്റെ അകത്ത് വെച്ചാണ് ആനകളെ മെരിക്കുന്നത്.
ഇവൻ മാത്രം ഒറ്റയ്ക്ക് അവിടെ ഇങ്ങനെ നിൽക്കുവാണ്, അല്ലേ? ബാക്കിയുള്ളതിനെല്ലാം അങ്ങേ സൈഡ് വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ സൈഡിൽ കൂടി ഇത് ചാടി വരാതിരിക്കാൻ വേണ്ടി വലിയൊരു കുഴിയെ കുഴിച്ചിട്ടേക്കുവാണ്, ഇതല്ലേ? താഴെ കൂടി ഇങ്ങനെ വലിയ കുഴി ഇങ്ങനെ കുഴിച്ചിട്ടേക്കുവാണ്. കാരണം അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഒരു കാരണവശാലും കടന്നു വരാൻ പാടില്ല. അതിന് വേണ്ടി ഇങ്ങനെ കുഴിയെ കുഴിച്ചിട്ടേക്കുവാണ്. ഇതുണ്ടല്ലേ, അവിടെ ഇതിനെ നോക്കാൻ വേണ്ടി പാപ്പന്മാർക്കുള്ളൊരു വീടൊക്കെ പോലെ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അവിടുത്തെ അതും കാഴ്ചയും കണ്ടു. ഇതുണ്ട്, അവിടെ വലിയൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ പീലാണ്ടി ചന്ദ്രനെ കുറിച്ചൊരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ച് നോക്കാം എന്നാ സംഭവം എന്ന്. ഇതേണ്ടേ, വലിയൊരു ബോർഡ്, അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് സഹിതം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതന്നെ പീലാണ്ടി ചന്ദ്രു എന്ന് എഴുതി. 46 വയസ്സുണ്ട്. മണ്ണാർക്കാട് ഡിവിഷനിലെ വനപ്രദേശങ്ങളിൽ അവിടെ നിന്ന് വന്നാണ് നമ്മുടെ പീലാണ്ടി ചന്ദ്രു. ഇതല്ലേ, മണ്ണാർക്കാട് നിന്ന് കൊണ്ടുവന്നാണ് നമ്മുടെ പീലാണ്ടി ചന്ദ്രു. അവിടെ ഭയങ്കര വിഷയകാരിയായിരുന്നാണ് പറയണത്. നമ്മുടെ അരിക്കൊമ്പനെ പോലെ വലിയ വിഷയകാര്യം കണ്ടായിരുന്നാണ് പറയണത്. ഇതല്ലേ, ഇവിടെയാണ് നമ്മുടെ അവനെ മെരുക്കിയതാണ് ഈ കൂട്. ഇതുണ്ടല്ലേ, പക്ഷെ കൂടിനത് ഇപ്പോൾ ഒന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു, മൊത്തം കാട് പിടിച്ച് കയറിപ്പോയി. ഇതല്ലേ, ഇവിടുത്തെ പാപ്പന്മാർക്കുള്ളൊരു ഷെഡൊക്കെയാണ് കാണുന്നത്. നല്ല അടിപൊളി ആന കേട്ടോ. ഇതല്ല, ഒരു വിഷയവുമില്ല. നല്ല നല്ല ഗുണ്ടുമണിയായിട്ടിരിക്കുന്ന ആനയാണ്. അതിലുള്ളതിൽ അത്യാവശ്യം നല്ല വണ്ണമുള്ളൊരു ആനയാണ് ഈ കാണുന്നത്. ഇതല്ല, നല്ല സുന്ദരനൊരു ആനയാണ്. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂരിലൊക്കെ പോയി നിൽക്കുന്ന പോലത്തെ ആനകളാന്ന് പറഞ്ഞു. കാട്ടാനെ ഇങ്ങനെ കൊണ്ടിട്ടേക്കുന്ന നമ്മൾ പറയില്ല. നല്ല രസമാണ് കാണാനില്ല, അടിപൊളിയാണ്. നല്ല ഇണങ്ങി നിൽക്കുന്ന ആനയെ പോലെയാണ് തോന്നുന്നത് അല്ലേ? നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ നമ്മുടെ ആനകളുടെ കാഴ്ചകളെല്ലാം നമ്മൾ എടുത്തു. ആകെ 7 ആനയാണ് മൊത്തത്തിലുള്ള അവിടെ. 18 വയസ്സ് മുതൽ 52 വയസ്സുള്ള ആനകളാണ് മൊത്തത്തിലുള്ളത്. അങ്ങനെ എന്താണ്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഇനി നമുക്കിനി ഇവിടെയുള്ള കാണാനുള്ളത്, ഇവിടുത്തെ കടവുണ്ട്. നമ്മുടെ ഈ ആനകളെല്ലാം കുളിപ്പിക്കുന്ന ഒരു കടവുണ്ട്. അതുപോലെ ചിൽഡ്രൻസ് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഒരു കഫറ്റേരിയ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അതൊക്കെ നമുക്ക് കാണാൻ പോകണം. അപ്പോൾ അതൊക്കെ പോകുന്ന വഴിക്കാണ്. ഒക്കെ എല്ലാം നമുക്ക് പോയി കാണാം. ഓക്കെ, വേറെ ആരെ ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് വരുന്നത് കാണുന്നില്ല. ഞങ്ങൾ രണ്ട് പേര് തിരിച്ചു പോകുന്നത് കണ്ടു. പക്ഷെ ഇങ്ങോട്ട് ആരും വരുന്നതായിട്ട് കണ്ടില്ല. ഇനി അറിയത്തില്ല, നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ആരും ഉണ്ടോ നമുക്ക് അറിയത്തില്ല. നമുക്ക് ഇനി ഇവിടുന്ന് നമുക്ക് നേരെ പീലാണ്ടി ചന്ദ്രനോട് ബൈ ബൈ പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ, ആൾക്കാർ വരുന്നുണ്ട്. ഇതട്ടെ, ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, കാണാനായിട്ട് വരുന്നുണ്ട്. ഇനി പീലാണ്ടി ചന്ദ്രനെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഈ വരുന്നത് മൊത്തം. ഇതല്ലേ, ഇതൊന്നും മലയാളീസ് അല്ല, ഇതെല്ലാം വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഈ പോകുന്ന ഫാമിലി. പിന്നെ അങ്ങ് ദൂരെ നിന്ന് കുറേ ആൾക്കാർ ഒരുമിച്ച് വരുന്നുണ്ട്, ഒരു ഗ്യാങ് ആയിട്ട് വരുന്നുണ്ട്. ഇതല്ലേ, നല്ല പച്ചപ്പാണ് കേട്ടോ. മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല അടിപൊളിയുള്ള പച്ചപ്പായിട്ട് ഇങ്ങനെ മരങ്ങളാണ് ഈ കാണുന്നില്ല. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അകത്തൊക്കെ വലിയ വേറെ കാട്ടുമൃഗങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളൊരു ഇത് വെച്ചങ്ങ് പോവാണ്. ഇതല്ലേ, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. നമുക്ക് ഇതിനെ കുളിപ്പിക്കുന്ന കടവിന്റെ ഭാഗത്തോട്ട് പോകാം. ഓക്കെ, നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇനി ആനകളുടെ കടവ് കാണാൻ വേണ്ടി പോവാണ്. ഇതിലെയാണ് പോകേണ്ടത്. ഇതല്ലേ, വേറെ ഒരു മനുഷ്യനില്ല കേട്ടോ. അതാ വിറ്റ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതല്ലേ, പോകുന്ന വഴിക്ക് തന്നെയാണ് തന്നെ നമ്മുടെ ഏറുമാടമൊക്കെ ഉണ്ട് കേട്ടോ. ഏറുമാടം ഉണ്ട്, പക്ഷെ ഇത് മൊത്തം പോയിരിക്കുന്ന പോലാണ് തോന്നുന്നത്. മൊത്തം എന്താ പറയാ, മൊത്തം തടി മൊത്തം കേടായിട്ടിരിക്കുന്നതും ഇരുമ്പൊക്കെ മൊത്തം തുരുമ്പടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് കയറാൻ ഒരു പേടിയുണ്ട്. 5 പേർക്ക് മാത്രമേ ഒരേ സമയം കയറാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിലൊന്ന് കയറണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ഇത് കയറി നോക്കാം, എന്നെ സംഭവം നമുക്കൊന്ന് അറിയാലോ. ഇതാണ് ഏറുമാടം. അധികം വലിയ ഹൈറ്റിലല്ല, ഇരുമ്പിലാണ് പണിതേക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് പോയി കയറി നോക്കാം, എങ്ങനെ സംഭവം നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് കയറി നോക്കട്ടെ, പോയി എങ്ങനെ സംഭവം നോക്കാം. ബാ, എനിക്കൊരു പേടിയുണ്ട് കയറി പോകാനായിട്ട്. കാരണം ഇരുമ്പൊക്കെ ഒരുപാട് തുരുമ്പടിച്ചാണ് ഇരിക്കുന്നത്. എന്നാണെങ്കിൽ ഒന്ന് കയറി നോക്കട്ടെ. അടിപൊളി. ഇതുണ്ടല്ലേ, 2 സൈഡിലും കമ്പിയൊക്കെ ഉണ്ട്, പിടിച്ചും കയറിയാൽ മതി. പക്ഷെ കാല് തെന്നിപ്പോയി കഴിഞ്ഞാൽ നേരെ കുഴിയിലോട്ട് അതിന്റെ ഇടയിൽ കൂടെ നേരെ താഴോട്ട് പോകത്തേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ വരുമ്പോൾ സേഫ് ആയിട്ട് വേണം കയറി വരാനായിട്ട്. കാരണം വേറെ 2 സൈഡിലും കമ്പിയുണ്ട്, സംഭവം ഓക്കെയാണ്. പക്ഷെ ഈ മണ്ട കയറി കഴിയുമ്പോൾ ഈ എന്താ പറയാ, അത് പിടിപ്പിച്ചേക്കുന്ന ഈറ്റയും മുളയും അതെല്ലാം ചെകുത്ത് പോയേക്കുന്നതാണ്, മൊത്തം പോയേക്കുന്നതാണ് കേട്ടോ. അത് കയറി വരുന്നവർ സേഫ് ആയിട്ട് വേണം കയറി വരാനായിട്ട്. അത്ര സെക്യൂർഡ് അല്ല സാധനം. ഇതുണ്ടല്ലേ, മൊത്തം പോയേക്കുന്നതാണ്. അതായിരിക്കും അവർ എഴുതിയേക്കുന്ന. ഒരേ സമയം 5 പേരെ കയറാവുള്ളൂ എന്നുള്ളത്. മൊത്തം മഴ നനഞ്ഞിരിക്കുന്നതുകൊണ്ടേ മൊത്തം പോയിരിക്കുകയാണ് സംഭവം. എന്നെ നിങ്ങൾക്ക് കാണാവോ? ഹായ്, ഇങ്ങോട്ട് നോക്കിയേ. അടിപൊളിയാണ്, സംഭവം കൊള്ളാം. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാലേ അങ്ങ് ദൂരമുള്ള എല്ലാവരും നന്നായിട്ട് കാണാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ വരുമ്പോൾ സേഫ് ആയിട്ട് കയറുക. ഒരുപാട് കയറിയിട്ട് ചാടാൻ തുള്ളാൻ പോയെങ്കിൽ ചാടാനൊക്കെ പോയി കഴിഞ്ഞാൽ സംഭവം ഒടിഞ്ഞു പോയി, നിമിഷം ഒടിഞ്ഞു പോകും. ഞാൻ കയറിയപ്പോൾ തന്നെ പകുതി ഭാഗങ്ങൾ അതിന്റെ ഇങ്ങനെ താഴോട്ട് കുഴിഞ്ഞു പോകുന്ന നമുക്ക് ഫീൽ തോന്നി. ഞാൻ അന്നപ്പോൾ തന്നെ നൈസായിട്ട് അങ്ങ് ഇറങ്ങാൻ വേണ്ടി പോകണം. ഹായ്, അപ്പൊ നമുക്ക് ഇറങ്ങിപ്പോവാം. ഇനി ഇറങ്ങിപ്പോകാനാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. കയറി വരാനായിട്ട് എളുപ്പമാണ്, ഇതിന്റെ ഇറങ്ങി പോകാനായിട്ട് ഇനി ഭയങ്കര ഡേഞ്ചറാണ്. കുത്തനേറെ ഇറക്കമായതുകൊണ്ട് നൈസായിട്ട് പതിയെ ഇറങ്ങി വരാറുള്ളൂ. അല്ലെങ്കിൽ കാല് തന്നെ ടക്കടക്കടക്കട സിനിമയ്ക്കകത്ത് ഇറങ്ങി കുണ്ടി ഇടിച്ചിടിച്ച് നമ്മൾ താഴെ വരും. അതുകൊണ്ട് പതിയെ അവിടെ ഇറങ്ങി വരാനായിട്ട്. അപ്പൊ അടുത്ത് നമുക്ക് നമ്മുടെ കടവിലോട്ട് പോകെ.
അങ്ങനെ നമ്മൾ കടവിലോട്ട് പോവാണ്. നമ്മുടെ ആനക്കുട്ടന്മാരെ കുളിപ്പിക്കുന്ന വലിയ ആറ്റിലോട്ട് പോവാട്ടോ. കാണാൻ അടിപൊളി സ്ഥലം, സംഭവമൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇതുണ്ടല്ലേ, വിജനമായി കിടക്കുന്ന കാട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. വേറെ ഒരു മനുഷ്യൻ അവിടെ ഇല്ല, അതാണ് വിറ്റ്. സാധാരണ എവിടെ പോയി കഴിഞ്ഞാൽ ഒരു കുറച്ച് പേരെങ്കിലും കാണും. ഇവിടെ ഞങ്ങൾ ആരും കണ്ടില്ല. ആകെപ്പാടെ ഞങ്ങൾ രണ്ടുപേരും ഇതുണ്ടല്ലേ, ഒരു മനുഷ്യൻ പോലും ഇല്ല. രണ്ടുപേരും തൂക്കുന്നുണ്ട്. അവിടെ തൂക്കാനും കാര്യങ്ങൾക്കായിട്ട് ഉള്ള അവിടുത്തെ കുറെ ആൾക്കാർ, പണിക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇതല്ലേ ഇത്, എന്താ ഒരു ചെറിയൊരു പാർക്ക് പോലെയോ അങ്ങനെയൊക്കെ തോന്നിക്കുന്ന ഒരു രീതിയിലുള്ള സെറ്റപ്പാണ്. ഇതല്ലേ, അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കടവിലെ കാഴ്ചകളൊക്കെ കാണാം. ഒരു മറ്റേ നമ്മുടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഊഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ. ഊഞ്ഞാൽ കുറേ ഉണ്ട്. നല്ല നല്ല അടിപൊളി ഊഞ്ഞാലാണ്. നല്ല സെറ്റപ്പ് അടിക്കുന്ന ഊഞ്ഞാലൊക്കെ ആണ് കേട്ടോ. അവിടെ ചേട്ടൻ തൂത്ത് വൃത്തിയാക്കുന്ന ചേട്ടനൊക്കെ നിൽപ്പുണ്ട്. അതുപോലെ ഒരു കല്ലൊക്കെ വെച്ചിട്ട് കയറി ഇരിക്കാനും ഫോട്ടോഷൂട്ടിനൊക്കെ അവിടെ വൈഫ് കയറുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അതിന് നേരെ പുറകെ കണ്ടില്ല വലിയൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ കയറാൻ പോയില്ല. ഇനിയും ഉണ്ടെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അടുത്തങ്ങൾ പോവാണ്. ഈ കടവ് കാണിക്കാം. വലിയ കടവാണ്. കടവ് എന്ന് പറഞ്ഞാൽ വലിയൊരു ആറാണത്. അതല്ലേ ആ ഫ്രണ്ടിലാണ് കാണുന്നത്. അതിന്റെ ഈ ആറ്റിലാണ് നമ്മുടെ ഇവിടുത്തെ ആനകളെല്ലാം കുളിപ്പിക്കാനും നീരാടാൻ വേണ്ടി പോകുന്ന ആറാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആറിന്റെ ഒന്ന് നല്ലതായിട്ട് കാണാൻ പറ്റും. നോട്ടെ, ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് എന്ന് ഞാൻ കാണിക്കാൻ നോക്കിയിട്ട് സൂം ചെയ്ത് നോക്കി. ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങ് ദൂരെ ഒരു ചേട്ടന് മീൻ കിട്ടിയെന്ന് തോന്നുന്നു. ഒരു ചേട്ടൻ ചൂണ്ട പിടിച്ചോണ്ടിരിപ്പുണ്ട്. നോക്കിക്കോണം, അതുകൊണ്ട് അങ്ങ് ദൂരെയാണ് ഇരിക്കുന്നത്. ഇതല്ലേ, ഒരു ചേട്ടന് കുത്തിയിരുന്ന് ഈ മടുത്തെന്ന് തോന്നുന്നു. പുള്ളിക്കൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. മറ്റേ പുള്ളി ചൂണ്ട ഇട്ടോണ്ടിരിക്കുകയാണ്. ഇതല്ലേ, ഇതാരാണോ ഏതോ ഒരു ചേട്ടൻ അവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടി കുറെ നേരമായിട്ട് ഇരിപ്പുണ്ട്. ഒരു പുള്ളി കിട്ടിയെന്ന് തോന്നുന്നു. ഒരു കവറൊക്കെ കയ്യിലിരിപ്പുണ്ട്. ഒരുപാട് മീനെ കിട്ടിക്കാണും. ഏതായാലും നമുക്ക് ആ കാഴ്ച കഴിഞ്ഞിട്ട് ഇനി അടുത്ത കാഴ്ച കാണണ്ടേ. അപ്പൊ നമുക്ക് പോകാം. ഇതുണ്ടല്ലേ, ചുറ്റും നല്ല പച്ചപ്പഴ കിടക്കണം. അടിപൊളിയാണ്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ഇത് കണ്ടില്ല, ഞാൻ എൻ്റെ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒന്ന് ഊഞ്ഞാലാണ് എനിക്ക് അവസരം കിട്ടിയത്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഊഞ്ഞാലാടിയതിനു ശേഷം പിന്നെ നമുക്ക് ഒരുപാട് നാളായി ഊഞ്ഞാൽ എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടും അതിലൊന്ന് കയറി ഇരുന്നിട്ടും. നല്ല അടിപൊളി ഊഞ്ഞാലാണ് കേട്ടോ. സൂപ്പർ ഊഞ്ഞാലാണ്. നമ്മൾ പണ്ട് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ചവിട്ടുന്നു, എടുത്ത് പൊങ്ങി കയറി പോകത്തില്ലായിരുന്നു. അതൊക്കെ ഓർമ്മ വന്നു. അതുകൊണ്ട് ഞാൻ ആ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. നല്ല സൂപ്പർ ഊഞ്ഞാലാണ്. പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണം. നല്ല അടിപൊളിയായിട്ട് കാഴ്ചകളെല്ലാം കണ്ട് ലാസ്റ്റ് വരുമ്പോഴത്തെ ഇതല്ലേ, കിഡ്സിന്റെ പാർക്കാണ്. കിഡ്സിന് വേണ്ടി ഒരു പാർക്കുണ്ട്. അവിടെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിന്റെ ചെറിയൊരു കഫ്റ്റേരിയ ഉണ്ട്. അവിടെ വേണ്ടി ചായ കുടിക്കണമെങ്കിൽ ചെറിയൊരു സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സിറ്റ് അടിച്ച് പുറത്ത് പോകാം കേട്ടോ. ഇവിടെ എല്ലാം നമ്മുടെ ഊഞ്ഞാലുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ഊഞ്ഞാലാണെങ്കിൽ ഊഞ്ഞാലാടാം. തന്നെ കഫ്റ്റേരിയ ആണ്. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് അവിടെ. പിള്ളേർക്ക് വേണ്ടിയുള്ള വലിയൊരു അടിപൊളി ഒരു പാർക്കുണ്ട് ഇവിടെ. കോഫി, കൂട്ടിങ്സ്, ഫ്രഷ് ലൈൻ, ജ്യൂസ്, ചെറുകടി തുടങ്ങി എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ കിട്ടുന്നില്ലേ. അത്യാവശ്യമായിട്ട് എല്ലാ സാധനങ്ങളും എല്ലാം ഇല്ല ചേച്ചി, ചായ കടയിലാണല്ലോ അല്ലേ, എല്ലാ സാധനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ വരുന്നവർക്ക് അത്യാവശ്യമായിട്ട് എല്ലാ സംഭവങ്ങളുണ്ട്. ഊഞ്ഞാലാടാം, അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. പിള്ളേരെ കൊണ്ടുവരികയാണെങ്കിൽ പിള്ളേർക്ക് വേണ്ടി അത് നടക്കാൻ വേണ്ടി അല്ലേ ചെറിയ പാർക്ക് പോലെ സംഭവങ്ങളുണ്ട്. കടവിലോട്ട് നോക്കി നമുക്കിങ്ങനെ പാർക്കിലൊക്കെ അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സിറ്റ് അടിച്ച് പോകേണ്ട വഴിയാണ് ആ കാണുന്നത്. ഇല്ലേ, ഇതാണ് നമ്മുടെ എക്സിറ്റ് അടിച്ച് പോകേണ്ട വഴി. ഇല്ലേ, നമ്മളിവിടെ കിഡ്സ് ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ ഭാഗത്ത് പോകുന്നില്ല. നമ്മൾ നേരെ തിരിച്ചു പോകാം. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മടുത്തു പോയി, മൊത്തം കൊതുകാണ് കേട്ടോ. ഇവിടെ ഫുള്ള് കൊതുകാണ്. അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് നമ്മുടെ വീഡിയോസ് എല്ലാവരും കയറി കാണണം കേട്ടോ. ഇത്രേ ഉള്ളൂ. അതുവരേക്കും ഇനി പുതിയ വീഡിയോ കാണുന്നവരേക്കും ബൈ.